Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9995691408. ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പിന്നെയും വന്നു. കെമിസ്ട്രിയിലെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതാണ്. കണ്ടുപഠിച്ചോളാം കേട്ടോ. ഓക്കെ, ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പീരിയോഡിക് ടേബിളിൽ നിന്നാണ്. 4 മാർക്കിന് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ മെറ്റൽ M on reaction with a chlorine at a different condition, 2 compounds MCl2 and MCl3 are formed. M ക്ലോറിനുമായിട്ട് 2 കണ്ടീഷനിൽ പ്രവർത്തിച്ചപ്പോൾ 2 കോമ്പൗണ്ടുകൾ കിട്ടി. ഒന്ന് MCl2 ആണ്, ഒന്ന് MCl3 ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് M in each compound. അതായത് ഈ 2 സംയുക്തങ്ങളിലും M ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കാം, MCl2 MCl3 ഈ 2 എണ്ണം എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. MCl2 MCl3 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും ഓക്സിഡേഷൻ നമ്പർ, ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 പേരുടെയും ചാർജുകളാണ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക. നമ്മൾ മോളിക്കുലാർ ഫോർമുല, തന്മാത്രാവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ Clന്റെ താഴെയുള്ള 2 ആയിരിക്കും എമ്മിന്റെ ചാർജ്, 2+ ആയിരിക്കും എമ്മിന്റെ ചാർജ്. Clന്റെ ചാർജ് -1 ആണ്. ഈ 1 ആണ് ഇവിടെ ഇട്ടത്. 1 ആയതുകൊണ്ട് അവിടെ ഇട്ടിട്ടില്ല, M മാത്രം എഴുതി, MCl2 എന്ന് മാത്രമാക്കി. ഇനി ഈ Clന്റെ ചാർജ് താഴെയുള്ള 3 ആയിരിക്കും നമ്മുടെ എമ്മിന്റെ ചാർജ്. ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, എളുപ്പത്തിൽ ചെയ്തോ. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തോ, MCl2 എന്ന് എഴുതാം. അറിയാത്ത എമ്മിന് X എന്ന് കൊടുക്കുക. Clന്റെ ചാർജ് -1, 2 Cl ഉണ്ട്. That is equal 0. X plus -1 into 2, -2 equal 0. X -2 equal 0. X is equal to +2. ഇത്രയും നമ്മൾ ചെയ്താലും ഈ കിട്ടുന്ന സാധനം തന്നെയല്ലേ കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ 2 മോളിക്യൂൾസ് മാത്രമൊക്കെയാണ് എളുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തോ. ഇതാണ് നമ്മുടെ A ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി if the 3D subshell of this element contains 6 electron, M എന്ന് പറയുന്ന മൂലകത്തിന്റെ 3D subshell എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാ പറഞ്ഞത്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് മെറ്റൽ. ഈ ഒരു മൂലകത്തിന്റെ കംപ്ലീറ്റ് ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞ. 3Dയിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. 3D 6 വരണമെങ്കിൽ ഫസ്റ്റ് 1s2 എന്ന് അറിയണ്ടേ? 1s 2 എണ്ണം വേണ്ടേ? 1s എന്ന് അറിയാണ്ട് ആദ്യം തന്നെ 3Dയിലേക്ക് ഇലക്ട്രോൺ ഓടി പോവോ? ഇല്ല. 1s എന്ന് അറിയണം. 1s2 2s2 2p6 3s2 3p6. 3p6 കഴിഞ്ഞാൽ പിന്നെ മക്കളെ എങ്ങോട്ടാണ് ഇലക്ട്രോൺ പോകുന്നത്? 3Dക്കാണോ? 3p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടാണ്? 4sലേക്കാണ്. ആ 4sന് നമ്മൾ 3D കഴിഞ്ഞിട്ട് എഴുതിക്കോളാം കേട്ടോ. 3p6 കഴിഞ്ഞാൽ 4s2ലും കഴിഞ്ഞ ബാക്കിയുള്ള ഇലക്ട്രോൺ ആണ് 3Dയിലേക്ക് പോയത് കേട്ടോ. അവസാനത്തെ സബ്ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള സബ്ഷെല്ലില്. ഇതാണ് കംപ്ലീറ്റ് ഇലക്ട്രോൺ വിന്യാസം. ക്ലിയർ ആയില്ലേ? ഇനി റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ മെറ്റൽ അയോൺ ഇൻ MCl2. MCl2ലുള്ള ഈ എമ്മിന്റെ അയോൺ ഉണ്ടായിരിക്കും. MCl2ൽ നമ്മൾ നേരത്തെ പറഞ്ഞു, MCl2ൽ എമ്മിന്റെ ചാർജ് 2+ ആണ്. ഈ 2+ന്റെ എന്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞു. ഇത് എമ്മിന്റെ ആണ് കേട്ടോ. M എന്ന് പറയുന്ന എലമെന്റിന്റെ ആണ്. ഇനി നിങ്ങളോട് M2+ന്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. ഒരു ആറ്റം എപ്പോഴാണ് മക്കളെ 2+ ചാർജ് ആയിട്ട് മാറുക? ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ, ഡൊണേറ്റ് ചെയ്യുന്ന സമയത്താണ് ആറ്റത്തിന് 2 പോസിറ്റീവ് ചാർജ് കിട്ടുക. ഒരു ആറ്റം എവിടുന്ന ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക? അതിൻ്റെ അവസാനത്തെ ഷെല്ലെന്ന്. ഓക്കെ, അവസാനം ഇലക്ട്രോൺ നിറഞ്ഞ ഷെല്ലെന്നല്ല, അവസാനത്തെ ഷെല്ല്, അവസാനത്തെ സബ് ഷെല്ല്. ഇവിടുത്തെ അവസാനത്തെ സബ് ഷെല്ല് ഏതാ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഏതാ അവസാനത്തെ സബ്ഷെല്ല്? നമ്മുടെ 4s അല്ലേ? 4s അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 4s സബ്ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കേട്ടോ. M 4s സബ്ഷെല്ലിലെ 2 ഇലക്ട്രോണിനെ അങ്ങ് കളഞ്ഞു, ബാക്കിയുള്ളത് മുഴുവൻ അങ്ങ് എഴുതി വെച്ചാൽ നമ്മുടെ M2+ന്റെ കോൺഫിഗറേഷനായി. അപ്പോൾ പറഞ്ഞോ, 1s2 2s2 2p6 3s2 3p6 3d6 ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നമ്മളെ MCl2ലെ M2+ അയോണിന്റെ കോൺഫിഗറേഷൻ ആയി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചാർജുള്ള അയോണിന്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം ചോദിക്കും. അതിപ്പോൾ ഇവിടെ M എന്നാൽ തന്നെ ചിലപ്പോൾ Fe എന്ന് തരും, ചിലപ്പോൾ കോപ്പർ എന്ന് തരും, ചിലപ്പോൾ മാംഗനീസ് എന്ന് തരും. ഇതൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ സിമ്പിൾ AB അല്ലെങ്കിൽ XYM എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ വന്നിട്ട് തരും. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്താ വന്നേക്കുന്നതെന്ന്. വീണ്ടും ഒരു 4 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ എടുത്തേക്കുന്നത്.
അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. SO2 പ്ലസ് O2 റിവേഴ്സിബിൾ, SO3 പ്ലസ് ഹീറ്റ്. നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയമുള്ള ഒരു ഇക്വേഷൻ ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വേഷൻ അല്ലേ. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന്റെ സമവാക്യമാണിത്. ഈ ഇക്വേഷനായിട്ട് ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡിനെ കുറിച്ചൊക്കെ പറയാനുണ്ടാവും, പുരോപ്രവർത്തനം പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രവർത്തനത്തിന്റെ പേര് എഴുതാൻ. ഓക്കെ, കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയയാണ്. നമ്മൾ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഓക്കെ, ഉൽപ്രേരകം ഏതാണോ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? V2O5, വനേഡിയം പെന്റോക്സൈഡ് അല്ലേ. പ്രോസസ്സിന്റെ പേര് കോണ്ടാക്ട് പ്രോസസ്സ്, സമ്പർക്ക പ്രക്രിയ എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. ഓക്കെ, സമ്പർക്ക പ്രക്രിയ. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ഇസ് ദ എഫക്ട് ഓഫ് ദ ഫോളോവിങ് ചേഞ്ചസ് ഇൻ ദ എമൗണ്ട് ഓഫ് SO3 പ്രൊഡ്യൂസ്ഡ്. താഴെ 2 ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചേഞ്ചസിന്റെ സമയത്ത് ഈ ചേഞ്ച് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ വരുത്തി കഴിഞ്ഞാൽ SO3യുടെ പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? SO3യുടെ അളവിൽ, SO3യുടെ പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റമാണ് പറഞ്ഞത്. ഒന്ന്, മോർ ഓക്സിജൻ ഈസ് ആഡഡ്. വീണ്ടും വീണ്ടും ഓക്സിജൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു, ചേർത്ത് കൊടുക്കുന്നു. ഓക്സിജൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇക്വേഷൻ ഞാൻ ഒന്ന് എഴുതുകയാണ്. SO3 പ്ലസ് O2 റിവേഴ്സിബിൾ SO2. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഓക്സിജനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റിയാക്റ്റന്റ് അല്ലേ, അഭികാരകം അല്ലേ. അഭികാരകം കൂടുന്നതിനനുസരിച്ച് അഭികാരകം എന്തായിട്ട് മാറും? ഉൽപ്പന്നമായിട്ട് മാറും. റിയാക്ഷൻ ഏത് ഡയറക്ഷനിലേക്ക് നടക്കും? ഫോർവേഡ് ഡയറക്ഷനിലേക്ക്, പുരോപ്രവർത്തനത്തിന്റെ ദിശയിലേക്ക് തന്നെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. O2 കൂടിക്കഴിഞ്ഞാൽ O2 കുറയ്ക്കണം. O2 കുറയ്ക്കണമെങ്കിൽ O2 എന്തായിട്ട് മാറണം? SO3 ആയിട്ട് മാറണം. SO2 അല്ല, SO3 ആയിട്ട് മാറണം. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ പുരോപ്രവർത്തനമാണ് കേട്ടോ ഇവിടെ നടക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്ന കാര്യം SO3യുടെ ക്വാണ്ടിറ്റിയിൽ, എമൗണ്ടിൽ എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എന്ത് എഴുതാം? SO3യുടെ പ്രൊഡക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് SO3 ഇൻക്രീസസ്. എമൗണ്ട് ഓഫ് SO3 increases. ഇനി പ്രഷർ ഇൻക്രീസ്ഡ്, മർദ്ദം കൂട്ടി. മർദ്ദം കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. 2SO2 പ്ലസ് O2 റിവേഴ്സിബിൾ 2SO3 ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഹീറ്റിന് അവിടെ നിൽക്കട്ടെ, കാരണം മർദ്ദത്തിൽ നമുക്ക് ഹീറ്റിന്റെ ആവശ്യമില്ല. ഇവിടെ 2 മോളിക്യൂളും ഇവിടെ 1 മോളിക്യൂളും, അതായത് ടോട്ടൽ റിയാക്ടനിൽ 3 മോളിക്യൂളാണുള്ളത്, 3 തന്മാത്രയാണുള്ളത്. മർദ്ദത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉറപ്പായിട്ടും ഇങ്ങനെ മോളിക്യൂൾസിന്റെ എണ്ണം നിങ്ങൾ എണ്ണി നോക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇനി ഇവിടെ ആണെങ്കിലോ പ്രൊഡക്റ്റ്, ഉൽപ്പന്നത്തിൽ എത്രയാണ്? 2 മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അതായത് ഫോർവേഡ് റിയാക്ഷൻ നടന്ന കണികളുടെ എണ്ണം കുറയും. ഫോർവേഡ് നടന്ന കണിക 3 ഉള്ള 2 ആവും, കണികളുടെ എണ്ണം കുറയും. ബാക്ക്വേർഡ് നടന്ന കണികളുടെ എണ്ണം കൂടും, 2 ഉള്ളത് 3 ആയിട്ട് മാറും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം കേട്ടോ. ഇനി പ്രഷർ ഇൻക്രീസ്ഡ് ആണ്. അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്തു, മർദ്ദം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾ പ്രകാരം സിസ്റ്റം മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കും. മർദ്ദം കുറയണമെങ്കിൽ കണികളുടെ എണ്ണം കുറയണം. ഓക്കെ, കണികൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ മർദ്ദം കൂടും, കണികൾ കുറവായിരിക്കുമ്പോൾ മർദ്ദം കുറവായിരിക്കും, പ്രഷർ കുറവായിരിക്കും. അപ്പോൾ മർദ്ദം അഥവാ പ്രഷർ കുറയണമെങ്കിൽ കണികളുടെ എണ്ണം കുറയണം. കണികളുടെ എണ്ണം കുറയണമെങ്കിൽ 3 ഉള്ളത് 2 ആയിട്ട് മാറണം. 3 ഉള്ളത് 2 ആയിട്ട് മാറണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണ്ടേ, അതായത് പുരോപ്രവർത്തനം നടക്കണ്ടേ. പുരോപ്രവർത്തനം നടക്കുമ്പം SO3 വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ആൻസറും SO3യുടെ അളവ് എന്താവുന്നു എന്നാണ്? കൂടുന്നു. ഓക്കെ, SO3യുടെ അളവ് കൂടുന്നു. ഈ ടൈപ്പിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.